മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. സ്വീകരിച്ച നടപടികൾ 2 ആഴ്ചയ്ക്കകം അറിയിക്കണമെന്ന നിർദ്ദേശം കോഴിക്കോട് റൂറൽ എസ്.പിക്കാണ് നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അശ്വതി ചേരുന്നു. തെരഞ്ഞെടുപ്പ് കാലയളവിൽ വളരെ വിവാദമായ ഒരു കാഫിർ പ്രയോഗത്തിലാണ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്ന ഹർജിയിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. പി.കെ. ഖാസിം നൽകിയ ഹർജിയിൽ പോലീസിന് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. പോലീസ് സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതി അറിയിക്കണമെന്നതാണ് ഇപ്പോൾ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കകം ഇത് അറിയിക്കാൻ കോഴിക്കോട് റൂറൽ എസ്.പിക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുൻ എം.എൽ.എ. കെ ലതികയെ പോലീസ് കെ ലതികയിൽ നിന്നും മൊഴിയെടുക്കുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ ഇത് കോടതി നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ച് വളരെ വേഗത്തിലുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു നടപടി മാത്രമാണ് എന്നാണ് ഖാസിം വ്യക്തമാക്കിയിരുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നേരത്തെ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഹൈക്കോടതിയിൽ പോലീസിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. റൂറൽ എസ്.പിയോട് 2 ആഴ്ചയ്ക്കകം എടുത്ത നടപടികളെ സംബന്ധിച്ച വിശദീകരണം നൽകാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് ഇതിലൊരു ചലനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും 2 ആഴ്ച സമയമുണ്ടാകും. 2 ആഴ്ച സമയത്തിനുള്ളിൽ നിർദ്ദേശങ്ങൾ എടുത്ത തീരുമാനങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിയുമായി ബന്ധപ്പെട്ട പോലീസ് എത്രയൊക്കെ മുന്നോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുന്നതായിരിക്കും. വൃന്ദ. ശരി. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. സ്വീകരിച്ച നടപടികൾ 2 ആഴ്ചയ്ക്കകം അറിയിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്.